ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വാടിയ മുഖമായിട്ടിരിക്കാനുള്ളവരല്ല. നമുക്കൊരു കൊച്ചു വിഷയം വന്നാൽ മതി, നമ്മൾ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കും. ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണ്. ഈ ശരീരത്തിൽ വസിക്കുവോളം അതെല്ലാം ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, എന്തെതിരായി കഴിഞ്ഞാലും എന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ പറ്റത്തില്ല. എന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ പറ്റത്തില്ല. പുതിയ നിയമത്തിൽ അഭിഷേകം പ്രാപിച്ച പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ചങ്ങലിക്കും എന്റെ സന്തോഷത്തെ കെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറഞ്ഞ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പറയുകയാണ്, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ. ഞാൻ പറയട്ടെ ദൈവമൈതലേ, എന്റെ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം നമ്മുടെ സങ്കടത്തെ തുടച്ചു മാറ്റി, നമ്മുടെ നിരാശകളെ തുടച്ചു മാറ്റി, നമ്മുടെ മേൽ സന്തോഷം പകരുന്ന അഭിഷേകമാണ്. നമ്മുടെ അവസ്ഥ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ തടയ്ക്ക് കൈ കൊടുത്ത് നിരാശപ്പെട്ടിനി എന്തൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇരിക്കാൻ. വിഷയങ്ങളെല്ലാം ഉണ്ട്, ശരി തന്നെ. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ നീ വിശ്വസിക്കാൻ ഇടയായി തീർന്നാൽ ആ വചനം പോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം സങ്കടപ്പെടുത്തിക്കൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട്, നിരാശപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾക്ക് മാറ്റം സംഭവിക്കണമെങ്കിൽ ഒരു കാര്യം, സ്വതന്ത്രം, നീ ഒന്ന് ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, സ്വതന്ത്രം, ആനന്ദ തൈലം കൊണ്ട് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന്. സ്വതന്ത്രം, നിരാശയുടെ തൈലം കൊണ്ടല്ല, ദുഃഖത്തിന്റെ തൈലം കൊണ്ടല്ല, നിരാശയുടെ തൈലം കൊണ്ടല്ല, ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ പറ, എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം സന്തോഷത്തിന്റെ അഭിഷേകമാ.